+1 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ടേംസ് പരിചയപ്പെടാം. പോയിന്റ് ഒബ്ജക്റ്റ് ഏറ്റവും കൂടുതലായി ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്നത്. പോയിന്റ് ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: if the distance traveled by the object is very large compared to the size of the object, then the object can be considered as a point object. ഒരു വസ്തു സഞ്ചരിച്ച ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് അതിൻ്റെ സൈസ് വളരെ കുറവാണെങ്കിൽ അതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ട്രെയിൻ ഈസ് കൺസിഡേർഡ് ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ് when it travels a very long distance. ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഒരു വസ്തുവിൻ്റെ സൈസ് അല്ല അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ എന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആണ്. ട്രെയിൻ എന്നത് ഒരു വലിയ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്കറിയാം. അത് 1000 മുതൽ 5000 കിലോമീറ്ററുകൾ വരെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ദൂരം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ദൂരത്തിനെ അപേക്ഷിച്ച് ഏകദേശം 25 മീറ്റർ ലെങ്ത് ഉള്ള മാക്സിമം 24 കോച്ചുകൾ വരെയാണ് ഒരു പാസഞ്ചർ ട്രെയിനിലുള്ളത്. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 600 മീറ്റർ വരെയൊക്കെ 24 കോച്ച് ഉണ്ടെങ്കിൽ ഒരു 600-650 മീറ്റർ വരെയൊക്കെ അതിൻ്റെ ലെങ്ത് കാണും. കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് നമുക്ക് ഇതിനൊരു 1/2 കിലോമീറ്റർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ ലെങ്ത് ഒരു 1/2 കിലോമീറ്റർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ ട്രെയിന് 1000 മുതൽ 5000 വരെ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഈ 1/2 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിനിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ്? ട്രെയിനിൻ്റെ ലെങ്ത് 1/2 കിലോമീറ്റർ ആണ്, എന്നാൽ അത് സഞ്ചരിച്ച ദൂരം ഏകദേശം 5000 കിലോമീറ്റർ വരെ വരാം. അങ്ങനെ വരുമ്പോൾ ഈ 5000 കിലോമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 1/2 കിലോമീറ്റർ എന്നത് നെഗ്ലിജിബിൾ ആണ്. Comparing with the distance 5 kilometer, the length 1/2 kilometer is negligible. So the train is considered as a point object. അപ്പോൾ വസ്തു സഞ്ചരിച്ച ദൂരം വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ സൈസിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ആണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്നത് വസ്തുവിൻ്റെ സൈസിനെ അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്, വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ പ്ലാനറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ് since the size of the orbit it travels is very large. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണിത്. നമുക്കറിയാം ഒരു പ്ലാനറ്റ് എന്നത് വെരി ലാർജ് ഒബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എർത്ത് ഈസ് എ പ്ലാനറ്റ് ഹാവിംഗ് സൈസ് ഓഫ് 6371 കിലോമീറ്റർ. ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. നമുക്കറിയാം ഭൂമിയുടെ വലിപ്പം നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ. നമുക്കൊരു 6400 കിലോമീറ്റർ നമുക്കങ്ങ് റൗണ്ട് ചെയ്യാം. അപ്പോൾ 6400 കിലോമീറ്റർ ആണ് ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഭൂമി സഞ്ചരിക്കുന്ന ദൂരത്തെക്കുറിച്ച് നമുക്കറിയാം. ടു കംപ്ലീറ്റ് വൺ ഓർബിറ്റൽ മോഷൻ എറൗണ്ട് സൺ എർത്ത് ടേക്സ് 365.256 ഡേയ്സ്. അപ്പം ഭൂമി ഈ 6400 കിലോമീറ്റർ സൈസുള്ള ഭൂമി ഏകദേശം ഒരു 365 ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 940 മില്യൺ കിലോമീറ്റേഴ്സാണ്. 940 മില്യൺ കിലോമീറ്റർ, അതായത് 940 ദശലക്ഷം കിലോമീറ്റർ. അപ്പം ഭൂമിയുടെ സൈസ് എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ്. അത് 365 ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 940 ദശലക്ഷം കിലോമീറ്റർ, 940 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഭൂമിയുടെ സൈസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതിനാൽ ഭൂമിയെ നമുക്കൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഇതുപോലെയാണ് എല്ലാ പ്ലാനറ്റിൻ്റെ കേസിൽ. അപ്പം അതിൻ്റെ വലുപ്പം അല്ല നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് അത് സഞ്ചരിച്ച ദൂരം. ഇതിൽ നിന്ന് വസ്തുവിൻ്റെ യഥാർത്ഥ വലുപ്പമല്ല
സഞ്ചരിക്കുന്ന ദൂരമാണ് അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതായത് അതിൻ്റെ സൈസിനെ അപേക്ഷിച്ച് അത് സഞ്ചരിക്കുന്ന ദൂരം വളരെ കൂടുതലാണെങ്കിൽ നമുക്കതിനെ പോയിന്റ് ഒബ്ജക്റ്റ്. ഇനിയിപ്പോൾ ഭൂമി സഞ്ചരിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ട്രെയിൻ എന്ന് പറയുന്നത് റെസ്റ്റിലാണെങ്കിൽ അതിനെ നമുക്കൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അത് സഞ്ചരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ലെങ്ത് അപേക്ഷിച്ച് അത് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ഒബ്ജക്റ്റിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സൈസിനേക്കാൾ വളരെയധികം ദൂരം അത് സഞ്ചരിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞിരിക്കുകയാണ്, the distance traveled by the object is very large compared to the size of the object, then the object can be considered as a point object. ഈ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ ഈ ചാപ്റ്ററിൽ പല പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിന് വേണമെങ്കിൽ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ്, അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. Next, position. It is a location in space where the object in a particular time instant. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ വസ്തുവിൻ്റെ പൊസിഷൻ എന്താണോ, അല്ലെങ്കിൽ വസ്തു എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ആ ലൊക്കേഷന് നമ്മൾ പറയുന്ന പേരാണ് പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 സ്റ്റേറ്റുകളെ കുറിച്ച് പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ വസ്തു ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലായിരിക്കും. ഒരു നിശ്ചിത സമയത്ത് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണോ അതിനെ നമ്മൾ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ വസ്തു എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഭൂമിയിൽ അല്ലെങ്കിൽ സ്പേസിൽ ആ വസ്തുവിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അതിനാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ വസ്തുവിൻ്റെ ലൊക്കേഷനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. Next, a reference point or origin. In order to know the change in position of an object, a reference point is required. This point is called a reference point or origin. ഒരു ഓട്ട മത്സരത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ നിന്നുമാണ് ഓരോരുത്തരും ഓടി തുടങ്ങുന്നത്. അപ്പം ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ് വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിന് ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ പൊസിഷനിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ എന്തുമാത്രം ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ, അതിന് നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയാം. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് വസ്തുവിൻ്റെ പൊസിഷൻ എന്തുമാത്രം ചേഞ്ച് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഒരു ലോങ് ജമ്പ്, ജാവലിൻ ത്രോ മുതലായവയിലെല്ലാം ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ് നമ്മൾ ദൂരം അളക്കുന്നത്. അപ്പം ഒരാൾ എറിയുന്ന പൊസിഷൻ നിന്ന് അല്ലെങ്കിൽ ദൂരം മറ്റൊരാൾ എറിയുന്ന ദൂരത്തേക്കാൾ കൂടുതലാണോ നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ് ഓരോ ആൾക്കാരും എറിഞ്ഞ അല്ലെങ്കിൽ അത് വന്ന് പതിച്ച ആ ദൂരം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ് നമ്മൾ ദൂരം അളക്കുന്നത്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ തൊട്ടു മുമ്പിൽ പറഞ്ഞു, പൊസിഷൻ പറഞ്ഞു. ആ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. സാധാരണയായി എക്സ് വൈ ഇസഡ് ആക്സിസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. എക്സ് വൈ ഇസഡ് ആക്സിസുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. A point of intersection of these 3 point axes are called origin of reference point. അപ്പോൾ ഇങ്ങനെ വന്ന് പതിക്കുന്ന ഈ നമ്മൾ പറഞ്ഞു ഇത് നോക്കാം, ഇവിടെ എക്സ് വൈ ഇസഡ് 3 ആക്സിസുകൾ കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. ഈ 3 ആക്സിസുകൾ തമ്മിൽ കൂടിച്ചേരുന്ന പോയിന്റ്, ഇന്റർസെക്ഷൻ ഓഫ് ദീസ് 3 ആക്സിസ് ആർ കോൾഡ് ഒറിജിൻ ഓഫ് റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഈ ആക്സിസുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് these 3 axes are called origin or reference point. ഇനി ഇവിടെ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച്, എക്സ് വൈ ഇസഡ് ആക്സുകൾ തന്നിരിക്കുന്ന ഇത് ഒറിജിൻ ഒ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. O is the origin or start point of the object എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പി എന്ന് പറയുന്നതാണ് പൊസിഷൻ. ഉണ്ടോ, വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് പി ആണ്. ഈ പിയിലാണ് വസ്തു ഇരിക്കുന്നത്. ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ്, വസ്തു ഇരിക്കുന്ന പൊസിഷനാണ് പി എന്ന് പറയുന്നത്.
പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇവിടെ 3 കോർഡിനേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഈ പർട്ടിക്കുലർ ടൈമിലെ വസ്തുവിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 കോർഡിനേറ്റ്സ് പി എന്ന് പറയുന്ന പോയിന്റ് ഡിറ്റർമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ് പി, വൈയിൽ നിന്ന് എന്തുമാത്രം ദൂരെയാണ് പി ഇരിക്കുന്നത്, അതുപോലെ ഇസഡ് ആക്സിസിൽ നിന്ന് എത്രമാത്രം അകലെയാണ് ഈ പി ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക, ഒരു പോയിന്റിന്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ആക്സിസുകളാണ് ഉപയോഗിക്കുന്നത്. സ്പേസിലുള്ള ഒരു വസ്തുവിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ആക്സിസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പി ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ എ ടൈം ടി. ഫ്രെയിം ഓഫ് റെഫറൻസ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ റെസ്റ്റ്, മോഷൻ മുതലായവ ഡിഫൈൻ ചെയ്തിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വസ്തു റെസ്റ്റിലാണോ മോഷനിലാണോ എന്നത് 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് അതിൻ്റെ സറൗണ്ടിങ്സ്, രണ്ടാമത് ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞു സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നതാണ് വസ്തു റെസ്റ്റിലാണോ മോഷനിലാണോ. അപ്പോൾ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ചോ ടൈമിനനുസരിച്ചോ വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ വസ്തു റെസ്റ്റിലായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ചോ ടൈമിനനുസരിച്ചോ വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ ആ വസ്തു മോഷനിലായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ് വസ്തുവിൻ്റെ മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ സറൗണ്ടിങ്സ്, രണ്ടാമത്തത് ടൈം. സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്, വൈ, ഇസഡ് ആക്സിസുകൾ ഉപയോഗിക്കുന്നത്. തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞു ഒരു ഒറിജിൻ ഉണ്ട്, 3 ആക്സിസുകളുണ്ടെന്ന് പറഞ്ഞു. ഈ ആക്സിസുകൾ വസ്തുവിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു വസ്തു വെച്ചിരിക്കുകയാണ്, അത് ഒരു റെഫറൻസ് പോയിന്റിൽ അല്ലെങ്കിൽ അതിനൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈം മാറുന്നതനുസരിച്ച് ആ വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തോ എന്ന് ചെക്ക് ചെയ്തു. ഇനി രണ്ടാമത് സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് വസ്തുവിൻ്റെ അത് ആദ്യം വരുന്ന ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു ഭിത്തിയുടെ നിന്ന്, അപ്പം നമ്മുടെ ഒരു ഡെസ്കിൽ നമ്മളൊരു ബുക്ക് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിനടുത്തുള്ള ഒരു വാളിൽ നിന്ന് നമ്മൾ അതിലേക്കുള്ള ദൂരം അളക്കണം. അല്ലെങ്കിൽ 4 ഭിത്തികൾ കാണും, ആ 4 ഭിത്തികളിൽ നിന്ന് അതിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന അതിലേക്കുള്ള ദൂരം എത്രയാണ് നമ്മൾ അളക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോറിൽ നിന്ന് എന്തുമാത്രം ഉയരത്തിലാണ് വസ്തു ഇരിക്കുന്നതെന്ന് മെഷർ ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷൻ നമ്മൾ ആദ്യമേ സ്പെസിഫൈ ചെയ്തു. അതിനാണ് നമ്മൾ എക്സ്, വൈ, ഇസഡ് ആക്സിസുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ ടൈം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതിനെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ടൈം ആക്സിസുകൾ എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന ആക്സിസിൻ്റെ കൂടെ നമ്മൾ ടൈം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതിന് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. എ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് ടൈം ഫ്രെയിം ഈസ് കോൾഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് ആക്സിസ് വരാം, വൈ ആക്സിസ് വരാം, ഇസഡ് ആക്സിസ് വരാം, ഏതെങ്കിലും ഒരു ആക്സിസ് ആയാലും മതി. അതിൻ്റെ കൂടെ ടൈം കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. A coordinate system used to specify the position of an object along with a clock to measure time is called frame of reference. അപ്പം കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ടൈം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് അറിയപ്പെടുന്നത്. Then uniform motion. If an object covers equal distance in equal intervals of time, it is said to be in uniform motion. വസ്തു തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ യൂണിഫോം മോഷനിലാണെന്ന് പറയാം. എക്സാമ്പിൾ നോക്കാം. മൂവ്മെന്റ് ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ പെൻഡുലം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഒരു തുല്യ ഇടവേളകളിലാണ് ഈ പെൻഡുലം മൂവ് ചെയ്യുന്നത്. അത് ഓരോ പ്രാവശ്യവും മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം തുല്യ ഇടവേളകളിൽ എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നത്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈ പെൻഡുലം മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്താണ് ഒരു യൂണിഫോം മോഷൻ ആണെന്ന് പറയും. അല്ലെങ്കിൽ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. നമുക്കറിയാം ക്ലോക്കിലെ സെക്കൻഡ് സൂചി ചലിക്കുന്നു. ഓരോ സെക്കൻഡിലും അത് സഞ്ചരിക്കുന്ന ആ ദൂരം എത്രയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതെന്താണ് ഒരു യൂണിഫോം മോഷൻ്റെ എക്സാമ്പിളാണ്. ഇനി എ കാർ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം. ഒരു കാർ തുല്യ ദൂരം തുല്യ സമയത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതൊരു യൂണിഫോം മോഷൻ ആണെന്ന് പറയാം. തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് നോക്കാം. എ കാർ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഓരോ
2 സെക്കൻഡിലും ഇതൊക്കെ ഇവിടെ തന്നിരിക്കുന്നത് ടൈമാണ് ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക 0 സെക്കൻഡാണിത്. ഇനി ഇത് രണ്ടാമത്തെ സെക്കൻഡ്. അപ്പം 0-ൽ നിന്ന് ഈ രണ്ടാമത്തെ സെക്കൻഡിലേക്ക് എത്തുന്ന സമയം, അതായത് 2 സെക്കൻഡ് സമയം. 0-ൽ നിന്ന് 2-ലേക്ക് എത്താൻ 2 സെക്കൻഡ് സമയം എടുക്കും. ഈ 2 സെക്കൻഡ് സമയം കൊണ്ട് കാറ് 2 മീറ്റർ സഞ്ചരിച്ചു. ഇനി ഇപ്പോൾ നോക്കുക 2 മുതൽ 4 വരെ വീണ്ടും 2 സെക്കൻഡാണ്. ആ സമയം കൊണ്ട് കാർ സഞ്ചരിച്ചത് 2 മീറ്ററാണ്. വീണ്ടും 4 മുതൽ 6 വരെയുള്ള സമയം 2 സെക്കൻഡാണ്. ആ 2 സെക്കൻഡിലും കാർ 2 മീറ്റർ. അപ്പോൾ എല്ലാ 2 സെക്കൻഡിലും 2 മീറ്റർ വെച്ച് കാറിന് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ആണ് കാർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് യൂണിഫോം വഴി. ഇപ്പോൾ 2 മീറ്റർ എന്ന് പറഞ്ഞു, ഇപ്പോൾ 2 സെക്കൻഡിൽ 2 മീറ്റർ എന്നല്ല, ഇവിടെ 2 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. ഇനി 2 സെക്കൻഡിൽ 5 മീറ്ററാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചു. എല്ലാ 2 സെക്കൻഡിലും 5 മീറ്റർ വെച്ച് സഞ്ചരിച്ചാലും അതെന്താണ് യൂണിഫോം മോഷനാണ്. ഇനി എല്ലാ 2 സെക്കൻഡിലും 10 മീറ്റർ വെച്ചാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതും എന്താണ് യൂണിഫോം മോഷൻ. അതായത് ഇവിടെയുള്ള ഓരോ ടൈം ഇൻ്റർവൽ, അത് ഈക്വൽ ടൈം ഇൻ്റർവലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണമെന്ന് മാത്രം. ഇവിടെ ഇപ്പം 2 സെക്കൻഡ് 2 മീറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം 2 സെക്കൻഡും 2 മീറ്ററും വന്നാലല്ല, ഓരോ 2 സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കാം, അടുത്ത 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കാം. ഇനി നമ്മൾ 5 സെക്കൻഡ് എടുക്കുകയാണ്, 5 സെക്കൻഡിൽ 10 മീറ്റർ വെച്ചോ അല്ലെങ്കിൽ 20 മീറ്റർ വെച്ചോ എങ്ങനെ വേണം. അതായത് ഇവിടെ എടുക്കുന്ന ടൈം ഇൻ്റർവൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആ ടൈം ഇൻ്റർവലിൽ സഞ്ചരിക്കുന്ന ദൂരവും ഈക്വൽ ആയിരിക്കണം. അതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ടൈം ഇൻ്റർവലിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെന്ന് മാത്രം. Then non-uniform motion. If an object travels with variable speed and it does not cover same distance in equal time intervals, it is called non-uniform motion. Object വേരിയബിൾ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തുല്യമായ ഒരു സ്പീഡല്ല, അതിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനെയെങ്കിൽ അത് തുല്യ ദൂരം കൊണ്ട് നമ്മൾ പറഞ്ഞ ഈക്വൽ ടൈം ഇൻ്റർവലിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല കവർ ചെയ്യുന്നത്. അതിങ്ങനെയുള്ള മോഷൻ നമ്മൾ പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. അതായത് യൂണിഫോം അല്ലാത്ത എല്ലാ മോഷനും എന്തായിരിക്കും, നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ സംഭവിക്കും, അത് യാത്രക്കാരെ ഇറക്കാനോ നിർത്താനോ അല്ലെങ്കിൽ കയറ്റാനോ ഒക്കെ ആയിട്ട് നമ്മൾ ആ വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സ്പീഡ് വേരി ചെയ്തു. ഇനി അത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഓടുന്ന ആ സ്പീഡിലായിരിക്കത്തില്ല ഒരു കയറ്റം ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടൗണിൽ ചെല്ലുമ്പോഴോ അതിൻ്റെ സ്പീഡ് വേരി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല സമയത്ത് അത് പല സ്പീഡിലായിരിക്കും സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള മോഷൻ എന്താണ്, ഒരു നോൺ യൂണിഫോം മോഷൻ എന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ, മോഷൻ ഓഫ് എ ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈ ട്രാവൽ ചെയ്യുന്നു, അത് ഒരിക്കലും ഒരേ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഈക്വൽ ഇൻ്റർവലിൽ ഒരേ ഡിസ്റ്റൻസിലായിരിക്കത്തില്ല. അത് കുറച്ച് നേരം പറക്കുന്നു, എവിടെയെങ്കിലും പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറി വേറെ സ്ഥലത്തേക്കൊക്കെ മാറും. അപ്പം പല സ്പീഡിലായിരിക്കും പല സ്ഥലത്ത് അത് മൂവ് ചെയ്യുന്നു. അത് നോൺ യൂണിഫോം മോഷൻ്റെ എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ, കാർ ട്രാവൽസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇൻ്റർവലിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ 2 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ് ടൈമുണ്ട്. 2 സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം 2 മീറ്ററാണ്. 2 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത 2 സെക്കൻഡ് നോക്കുക, 2 മുതൽ 4 വരെയുള്ള 2 സെക്കൻഡിൽ അത് 5 മീറ്റർ ഡിസ്റ്റൻസിൽ സഞ്ചരിച്ചു. അടുത്ത 2 മീറ്റർ 4 മുതൽ 6 വരെയുള്ള 2 സെക്കൻഡിൽ 3 മീറ്ററാണ് അത് സഞ്ചരിച്ചത്. ഇനി ദെൻ നെക്സ്റ്റ് 2 സെക്കൻഡിൽ 4 മീറ്റർ, ദെൻ 3 മീറ്റർ. അപ്പോൾ ഇങ്ങനെ നോക്കുക, ഓരോ 2 സെക്കൻഡ് ടൈം ഇൻ്റർവൽ ഈക്വൽ ആണ്, പക്ഷേ അത് സഞ്ചരിച്ച ദൂരം വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള മോഷൻ നമ്മൾ പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ വസ്തുക്കളുടെ ചലനവുമായി ബന്ധപ്പെട്ട് കോമണായി നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേമുകളാണ് പരിചയപ്പെട്ടത്. എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.